ഇവിടെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പ്, L&T, ടാറ്റ പവർ, ഹലോ, ശാന്തി ആക്ട്, സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആക്ട്. ആക്ടിന്റെ പേര് കേട്ടപ്പോൾ ശാന്തിയും സമാധാനവും ഒക്കെയല്ലേ നമ്മുടെ മനസ്സിലോട്ട് വന്നത്. എന്നാൽ ഇത് അങ്ങനെയല്ല. ഇത് പേരിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു ആക്ട് ആണ്. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ ആണവോർജ മേഖലയെ കൂടി സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയൊരു നീക്കമാണ് ഈ ശാന്തി ആക്ട് എന്ന് വേണമെങ്കിൽ പറയാം. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് മാത്രമാണ്, അതും ഗവൺമെന്റ് കംപ്ലീറ്റ്ലി ഓണർഷിപ്പ് ഉള്ള ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് ആണവോർജ മേഖലയിൽ പ്രധാനമായി പ്രാതിനിധ്യം ഉണ്ടായിരുന്നത്. എന്നാൽ 2025 ഡിസംബർ 18 ലോക്സഭ ശാന്തി ബില്ല് അംഗീകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പ്, L&T, അതുപോലെ തന്നെ ടാറ്റ പവർ എന്നീ പ്രൈവറ്റ് കമ്പനികൾ ഈ ഒരു ആണവോർജ മേഖലയിൽ പ്രത്യേക ഇൻട്രസ്റ്റ് മുമ്പേ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പൊ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, പ്രൈവറ്റൈസേഷൻ കൊണ്ട് എന്താണ് ഇത്ര പ്രശ്നം? നമുക്ക് അത്രമാത്രം വികസനം ഉണ്ടാവുന്നത് ഈ പറയുന്ന പ്രൈവറ്റൈസേഷൻ കൊണ്ടല്ലേ? എന്നാൽ അവിടെയൊന്നുമല്ല പ്രശ്നം വരുന്നത്. ഒരു പ്രൈവറ്റൈസേഷൻ വന്നു കഴിഞ്ഞാൽ അതിനോടകം തന്നെ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ഇത്തരത്തിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ള ഒരു സൂചിക വെച്ച് അവർ പ്രവർത്തിക്കുമ്പോൾ അവിടെ സേഫ്റ്റി മെഷേഴ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായി ബാധിക്കാൻ പോകുന്നത്. എന്നാൽ സംഭവം ഇവിടെ മറ്റൊരു കാര്യമാണ് ഞെട്ടിക്കുന്നത്. വേറൊന്നുമല്ല, ഏതെങ്കിലും രീതിയിലുള്ള ഒരു നെഗ്ലിജൻസോ പ്രശ്നങ്ങളോ ഉണ്ടായി അവിടെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിന്ന് വിതരണ കമ്പനികളെ ഒഴിവാക്കിയ സർക്കാരിന്റെ നടപടികളെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പിന്നെ എങ്ങനെയാണ് ഈ കോമ്പൻസേഷൻ കൊടുക്കണേന്ന്? മറ്റൊന്നുമല്ല, ഈ പറയുന്ന പ്രൈവറ്റ് എൻറ്റിറ്റീസ് ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് നമ്മുടെ പൈസ, അതായത് ടാക്സ് മണിയാണ് ഗവൺമെന്റ് കോമ്പൻസേഷനായി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സ്വകാര്യവൽക്കരിക്കുന്ന കമ്പനികളുടെ ഏതെങ്കിലും രീതിയിലുള്ള നെഗ്ലിജൻസ് കൊണ്ട് അവിടെ എഫക്റ്റഡ് പേഴ്സണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിവിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കോ അല്ലെങ്കിൽ ഈവൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് പോലും കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പറ്റില്ല. അവിടെ ആർക്കാണ് ഇതിന്റെ ഓതറൈസേഷൻ എന്നല്ലേ? സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ഓതറൈസ് ചെയ്യുന്ന പേഴ്സണ് മാത്രമേ അവിടെ ഒരു കൊഗ്നിറ്റബിൾ ഒഫൻസ് ആണെങ്കിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യാനും അതനുസരിച്ചുള്ള പ്രൊസീജിയേഴ്സ് ആയിട്ട് മുന്നോട്ട് പോകാനും സാധിക്കുള്ളൂ. എന്താലേ സംഭവം? ഒരു രാജ്യത്തിന്റെ അറ്റോമിക് എനർജി അതും പ്രൈവറ്റൈസേഷൻ ചെയ്യപ്പെടുമ്പോൾ അതിന്റെ പിന്നിലുള്ള വിപത്തുകളെ പറ്റി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതല്ലേ? ഈ കാര്യത്തിൽ ഗുരു നല്ല കൺഫ്യൂഷനിലാണ് ഗൈസ്. എനിവേ, ശുക്രിയ.